വീട് നമുക്ക് അതിനു വേണ്ടി തന്നെ ഉപയോഗിക്കണം. അതിനെയാണ് ഭഗവാൻ അനികേതം എന്ന് പറയുക. ഭഗവത്ഗീതയിൽ പ്രയോഗമുണ്ട്, അനികേത സ്ഥിരമതി. തൻ്റെ വീടിനെ അനികേതനാക്കുന്നവൻ. അനികേതൻ എന്ന് പറഞ്ഞാൽ അർത്ഥം, നികേതം എന്ന് പറഞ്ഞാൽ വീട്. തൻ്റെ വീടിനെ അനികേതനാക്കുക. അനികേതം എന്ന് പറഞ്ഞാൽ വീടില്ലാത്തവനല്ല, വീടിനെ ആരിലേക്ക് ഉയർത്താൻ? ഭഗവാനിലേക്ക് ഉയർത്താനുള്ള ജ്ഞാനസമ്പാദത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ വീട് ശരിക്കും നമുക്കൊരു ഗുരുകുലമായി തീരുന്നു പറയാണ്. അങ്ങനെ നമ്മൾ മാറ്റിയെടുക്കണം. അങ്ങനെ സമാന മനസ്കരായിട്ടുള്ള ആളുകളെയൊക്കെ കൊണ്ടുവന്ന് ആ യജ്ഞത്തിൻ്റെ പേരാണ് ജ്ഞാനയജ്ഞം. അപ്പം എത്ര യജ്ഞങ്ങളായി? ജപയജ്ഞമായി, ജ്ഞാനയജ്ഞമായി. ഇതൊക്കെ നമ്മൾ അഭ്യസിക്കാൻ വേണ്ടി പറയുന്ന കാര്യം കേട്ടോ. ഇതാണ് നമ്മൾ അഭ്യസിക്കേണ്ടത്. ആണ് ഏതുകൊണ്ടുള്ള യജ്ഞം? ശരീരം കൊണ്ടുള്ള യജ്ഞം. ഈ ശരീരത്തിനെ നമ്മൾ എത്ര പോഷിപ്പിച്ചാലും അവസാനം ഇത് പോവേണ്ടത് പ്രകൃതിയിലേക്കാണ്. അതുകൊണ്ട് പ്രകൃതിക്ക് വേണ്ടിയിട്ട് അല്പനേരം നമ്മുടെ ശരീരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അതിനെ പറയും കർമ്മയജ്ഞം. മറ്റൊരു രീതി ഞാൻ പറഞ്ഞു, നാരായണ സേവ. ഇതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പരിശീലിക്കണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നാരായണ സേവ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ വളരെയധികം ഇക്കാര്യത്തിൽ ഉണരേണ്ടിയിരിക്കണം. കാരണം ഉണ്ടല്ലോ, നമ്മളെ അത്രയും വഴിതെറ്റിക്കുന്ന ശക്തികളാണെന്നുള്ളത് സമൂഹത്തിൽ. രണ്ട് കൂട്ടരാണ് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രത്യേകിച്ച് ഭാരതത്തിൽ. ഒന്ന്, ഭേദബുദ്ധി ഉണ്ടാക്കുന്നതിൽ വളരെ ശക്തരാണ് ഒന്ന് രാഷ്ട്രീയ പ്രവർത്തകർ. വളരെയധികം അവരുടെ ശക്തി ഇന്ന് കൂടിക്കൊണ്ടുവരികയാണ്. രണ്ടാമത്തതാണ് മതത്തിൻ്റെ പേരിലുള്ള ഭേദബുദ്ധി ഉണ്ടാക്കുന്നവർ. ആണോ അല്ലയോ? ചിന്തിക്കും നിങ്ങൾ. അത് മാറിയെടുക്കണമെങ്കിൽ നാം എല്ലാം കുറച്ചു നേരം നാരായണ സേവ ചെയ്യാൻ ശ്രമിക്കണം. അറ്റ്ലീസ്റ്റ് നമ്മുടെ സ്ട്രീറ്റിലെങ്കിലും അത്രയും ആളുകളില്ലേ, കുറച്ച് ആളുകളില്ലേ, ആ സ്ഥലത്തെങ്കിലും ആ റോഡ് വൃത്തിയാക്കുക, അവിടെ ചെറിയ ചെറിയ ചെടികൾ വെച്ച് പിടിപ്പിക്കുക. എന്തെങ്കിലും തരത്തിൽ എന്തൊക്കെ സേവനമാണോ അവിടെ ആവശ്യം അത് നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ, അസോസിയേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ലോകം മുഴുവൻ നേരെയാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ട. ചുറ്റുപാട് ഏത് മതസ്ഥരുണ്ടായിക്കോട്ടെ, ഏത് ജാതിക്കാരുണ്ടായിക്കോട്ടെ, എല്ലാവരും കൂടി ചേർന്ന്, ഇനി അവരൊന്നും ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇറങ്ങാൻ തയ്യാറായി കഴിഞ്ഞാൽ കുറേയൊക്കെ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ സാധിക്കും. ഭഗവാൻ ഗീതയിൽ പറയുന്ന അർച്ചനയുണ്ടല്ലോ, സ്വകർമ്മണാതമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവ. സ്വകർമ്മണാതമഭ്യർച്ച്യ, കർമ്മം കൊണ്ട് അർച്ചന ചെയ്യൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. വെറുതെ പൂക്കളെ കൊണ്ട് അർച്ചന ചെയ്യൂ എന്നല്ല പറഞ്ഞത്. എന്തുകൊണ്ട് വേണം? കർമ്മം കൊണ്ട്. അപ്പം നമ്മളെക്കൊണ്ട് കഴിയുന്ന ഒരു സേവനം. പണ്ടൊക്കെ സ്കൂളുകളിലൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ആഴ്ചയിൽ ഒരിക്കൽ ഞങ്ങൾക്ക് സ്കൂൾ ക്ലീൻ ചെയ്യുന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു. അതുപോലെ പഠിക്കുന്ന സമയത്തൊക്കെ ഒരാഴ്ചയിൽ ഒരിക്കൽ 1 മണിക്കൂർ സമയം സേവനത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും അവരവരുടെ സ്ഥലത്ത് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ക്രമേണ 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 മറ്റുള്ളവരെ ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സാധിക്കും. പറയുന്നത് ശരിയാണോ? നമ്മൾ അങ്ങനെ ഉണരേണ്ടതുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ, നമ്മുടെ സമൂഹത്തെ മാറ്റിയെടുക്കണമെങ്കിൽ ഹൂ വിൽ ടേക്ക് ദ ചാർജ്? പൂജയ്ക്ക് ആര് മണി കിട്ടും? അപ്പൊ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ആർക്കുണ്ട്? നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അപ്പൊ നമ്മൾ 3 യജ്ഞങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഏതൊക്കെയാണ്? 1 ശരീരം കൊണ്ടുള്ള യജ്ഞം, 2 മനസ്സുകൊണ്ടുള്ള യജ്ഞം, 3 വാക്കുകൊണ്ടുള്ള യജ്ഞം. ശരീരം കൊണ്ടുള്ള യജ്ഞം എന്തെങ്കിലും സേവാ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. മനസ്സുകൊണ്ടുള്ള യജ്ഞം ജ്ഞാനയജ്ഞം, വാക്കുകൊണ്ടുള്ള യജ്ഞം. മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? ഇങ്ങനെ നമ്മൾ യജ്ഞത്തിനെ ആധുനിക ഈ കാലഘട്ടത്തിനനുസരിച്ച് ഭാഗവതത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ഈ ഭഗവാൻ കൃഷ്ണൻ എന്താണോ പറഞ്ഞിരിക്കുന്നത്, അതിനനുസരിച്ച് നമ്മൾ കോർഡിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഉയർത്താൻ നമുക്ക് സാധിക്കും. അല്ലെങ്കിലോ എന്നും പരാതികളും വിഷമങ്ങളും ദുഃഖങ്ങളുമായി ജീവിതം കൊണ്ട് നടക്കാൻ സാധിക്കും. ഭാര്യയും ഭർത്താവുമായിട്ട് ഒരുമിച്ച് ജീവിച്ചാലും ഒരിക്കലും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുപോലെ തന്നെ സമൂഹത്തിൽ എവിടെ ജീവിച്ചാലും സുരക്ഷിതത്വം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇതൊന്നും ഒരു മാറ്റം വരുത്തണം. അതേ വഴിയുള്ളൂ. ഇപ്രകാരം യജ്ഞം എന്നുള്ള വാക്കിനെ നമ്മൾ മനസ്സിലാക്കി. ഇപ്പം യജ്ഞം എന്ന് പറഞ്ഞാൽ കൂട്ടായ സഹകരണത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനത്തെയാണ് എന്ത് പറയുക? എടുക്കുകയും വേണം, കൊടുക്കുകയും വേണം. അങ്ങനെ നമ്മളെല്ലാവരും ഉത്തരവാദിത്വം. നമ്മളൊരു കണ്ണികളാണ്. നമ്മൾ ഒറ്റയ്ക്കാണെന്ന് വിചാരിക്കരുത്. ശരീരം പ്രകൃതിയുടെ ഒരു ഭാഗമാണ്. മനസ്സോ ആരുടെ ഭാഗമാണ്? ഭഗവാന്റെ ഭാഗമാണ്. അപ്പം നമ്മൾ എവിടെയാണിതിൽ? നമ്മൾ വാസ്തവത്തിൽ എവിടെയില്ല.
നമ്മുടേതെന്ന് പറയുന്ന ഒരു സാധനം ഇതിനകത്തില്ലേ? ശരീരം നിങ്ങളുടെയാണോ? ആണോ? നിങ്ങൾ കേമായിട്ട് പറയുന്നത് എൻ്റെയാണോ എന്നുള്ളത്. ശ്വാസം പോട്ടെ, പിന്നെ ആരാ അവിടെ നിന്ന് എടുത്ത് ഒഴിവാക്കുക നോക്കാലോ. നിങ്ങളെടുത്ത് ഒഴിവാക്കണത് കാണാമല്ലോ. നിങ്ങളുടെയാണെങ്കിൽ നിങ്ങളെടുത്ത് ഒഴിവാക്കിക്കൂടെ? നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല, നമ്മുടെ അല്ലത്. എന്നാ മനസ്സ് നമ്മുടെയാണോ? എന്നാ എത്ര നന്നായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെയൊക്കെയാണ് അത് പോകണമെങ്കിൽ. നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം അത് ചിന്തിക്കുന്നത് വേറെ ഒന്നാണ്. അതും നമ്മുടെയല്ല. അപ്പം ഇതിനെല്ലാം കൂടി ചേർന്നൊരു സാധനമാണ് ഞാൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ ഞാനിനെ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ സമർപ്പിക്കണം. ആർക്ക് സമർപ്പിക്കണം? ഭഗവാന് സമർപ്പിക്കണം. ഈ ഞാനെന്ന് പറയുന്ന മനസ്സിനെ സമർപ്പിക്കാൻ. അതിനാണ് ഈ യജ്ഞത്തിലുണ്ടല്ലോ, ഹോമം ചെയ്യുന്ന സമയത്ത് മന്ത്രം ചൊല്ലുമ്പോൾ ഇതെടുത്തു പറയും. ഉദാഹരണത്തിന് ഓം ഇന്ദ്രായ സ്വാ. പിന്നെ പറയുന്നൊരു വാക്കെന്താണെന്നറിയോ? ഇതെന്ന മമ. ഇതെന്ന മമ എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ അല്ല, ഇതെൻ്റെ അല്ല. ഇത് പിന്നെ ആരുടെയാണ്? ഏതെൻ്റെ അല്ല? ഈ മനസ്സ്, ഈ സമർപ്പിക്കുന്ന മനസ്സ് എൻ്റെ അല്ല, ഇത് അങ്ങയുടേതാണ്, ഇത് അങ്ങയുടേതാണ്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇതെൻ്റെ അല്ല, ഇത് അങ്ങയുടേതാണ്. അങ്ങനെ ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് മനസ്സ് ഭഗവാനിലേക്കും ശരീരം പ്രകൃതിയിലേക്കും സമൂഹത്തിലേക്കും, മനസ്സുകൊണ്ട് സമർപ്പണ സേവയും നാമസങ്കീർത്തനവും അതുപോലെ തന്നെ ജ്ഞാനയജ്ഞവും മനസ്സുകൊണ്ട് ചെയ്ത് ഭഗവാനിലേക്ക് സമർപ്പിക്കണം. ശരീരം കൊണ്ട് സേവനം ചെയ്ത് അതിനെ പ്രകൃതിയിലേക്ക് സമർപ്പിക്കണം. അങ്ങനെ നമ്മൾ ജീവിതം കൊണ്ടു നടക്കാൻ സാധിച്ചാൽ ശരീരം കൊണ്ടും നമുക്ക് യജ്ഞം ചെയ്യാം, വാക്കുകൊണ്ടും യജ്ഞം ചെയ്യാം, മനസ്സുകൊണ്ടും യജ്ഞം ചെയ്യാം. വേണ്ടതാണോ ഇത്? വേണ്ടതാണോ? നമ്മളൊരു മാറ്റം വരുത്തണ്ടേ? അല്ലെങ്കിൽ വളരെ വഴിതെറ്റിയിട്ടല്ലേ പോകുന്നത്? ജ്യോത്സ്യന്മാർ അതിലേറെ വഴിതെറ്റിക്കുന്നുണ്ട്. അല്ലെങ്കിൽ വിഷമത്തോടു കൂടിയിട്ടാണ് ഓരോ ആൾക്കാർ അവിടെ ചെല്ലുന്നത്. അവിടെ ചെല്ലുന്ന സമയത്ത് തന്നെ ഇവർ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക ചെയ്യുന്നത്. പലരും ഒരാളെ ജ്യോത്സ്യരെടുത്തി എന്നപ്പം തന്നെ പറഞ്ഞു, നോക്കൂ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ട്, ഈ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു വളരെ വിഷമാണല്ലോ ജ്യോത്സ്യരെ, എങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ ജീവിതം മുന്നോട്ട് പോവോ? പറഞ്ഞു അങ്ങനെയൊന്നും വിഷമിക്കേണ്ട, ഒരു 1.5 വർഷം കൂടി അനുഭവിച്ചാൽ മതിയെന്ന്. പിന്നെയോ അത് കഴിഞ്ഞാൽ ശീലമായിക്കൊള്ളുന്നു. ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളടുത്ത്, പിന്നെ ശീലമായിക്കൊള്ളുന്നു. ഇതാണ് ലോകം എന്ന് പറയുന്നത്. പിന്നെ അവർ അനുഭവിക്കുന്നേ വഴിയുള്ളൂ, അനുഭവിക്കുന്നേ വഴിയുള്ളൂ. അപ്പം അതിനൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം മനസ്സിനെ. ഇപ്രകാരം യജ്ഞം എന്നുള്ളതിനെ വിശദീകരിച്ചിട്ട് അങ്ങനെ ഇവിടെ കഥ പറഞ്ഞു. ഭഗവാൻ ഏത് രൂപത്തിൽ അവതരിച്ചു? വരാഹ രൂപത്തിൽ അവതരിച്ചു. ആ വരാഹത്തിനെ എല്ലാവരും നമസ്കരിച്ചതിന് ശേഷം ഇനി കഥ പറയുകയാണ്. ഭഗവാൻ വരാഹരൂപമായിട്ട് അവതരിച്ച് ഹിരണ്യാക്ഷനെ വധിച്ചുവല്ലോ. ആരാണ് ഈ ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന പാർട്ടി? നിഷമ്യ കൗഷാര വിനോപവർണിതം ഹരേ കഥം കാരണസൂകരാത്മനാം പുനഃസപപ്രച്ഛത ബുദ്ധ്യാഞ്ജലീന ചാതിതപ്തോ വിദുരോ ധൃതവ്രതാം വിദുര ഉവാചാം തേനൈവ തു മുനിശ്രേഷ്ഠാ ഹരിണാ യജ്ഞമൂർത്തിനാം ആദിദൈത്യോ ഹിരണ്യാക്ഷ ഹദൈത്യനുശുശ്രമാം. ഞാൻ അങ്ങയിൽ നിന്ന് കേട്ടു, ഭഗവാൻ യജ്ഞമൂർത്തിയെ അവതരിച്ച് ഹിരണ്യാക്ഷനെ വധിച്ചു എന്നങ്ങ് പറയണ്ടായി. ഭഗവാൻ എപ്പോഴാണ് ചെയ്തത്? ചോദ്ധരദക്ഷോണിം സുദൃഷ്ടാഗ്രേണ ലീലയാ ദൈത്യരാജസ്യ ബ്രഹ്മൻ കസ്മാൽ ഹേതോരപുൻവൃഥ. ഭഗവാൻ ഭൂമിയെ ഉയർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് ആ ഹിരണ്യാക്ഷനെ ഭഗവാൻ വധിച്ചു എന്നുള്ള കഥ കാര്യം അങ്ങ് പറഞ്ഞു. പക്ഷെ വിസ്തരിച്ച് പറഞ്ഞില്ല. അതെനിക്ക് വിസ്തരിച്ച് പറഞ്ഞു തരൂ. അപ്പം നേരത്തെ സ്വയംഭൂമനും ശതരൂപാദേവിക്കും വേണ്ടിയിട്ടാണ് ഭൂമി ഉയർത്തിക്കൊണ്ടുവന്നത്. ഇപ്പം പുതിയ പാർട്ടി വന്നു. ആര്? ഹിരണ്യാക്ഷൻ. അതാരാണെന്ന് എനിക്ക് പറഞ്ഞു തരുമെന്ന്. അപ്പം ആ കഥ പറയാണ്. സാധുവീരത്വയാ പൃഷ്ടം അവതാരകഥാം ഹരേ യത്വം പൃച്ഛസി മർത്യാനം മൃത്യുപാശ വിഷാദനിം യയോത്താനവത പുത്രോ മുനീനാഗീതയാർഭക മൃത്യോകൃത്യൈവ മൂഗ്ര്യംഗ്രിം മാരുരോഹ ഹരേ പദം. ഭഗവാനെ സംബന്ധിച്ചുള്ള കഥയല്ലേ, അതെത്ര പറഞ്ഞാലും മതിവരില്ലല്ലോ വിതുരരെ. അതുകൊണ്ട് ആ കഥ അങ്ങ് കേൾക്കൂ. ഭഗവാൻ എന്താണ് ചെയ്തിരിക്കുന്നതെന്നും. അതാത്രാവീതിഹാസോയം ശ്രുതോ മേ വർണ്ണിതപുരാം ബ്രഹ്മണാ ദേവദേവേന ദേവാനാമനുപൃച്ഛതം. പണ്ട് ബ്രഹ്മാവിനോട് ദേവന്മാര് ഒരു കാര്യം ചോദിച്ച ഒരു ഇതിഹാസം ഞാൻ കേട്ടിട്ടുണ്ട്. ഈ സംവാദം ഉണ്ടല്ലോ, ബ്രഹ്മാവും ദേവന്മാരും തമ്മിൽ ചെയ്യുന്നൊരു സംവാദമാണ് ഈ ഹിരണ്യാക്ഷന്റെ കഥ പറയുന്നത്. അന്ന് കഥ പറയാണ് ബ്രഹ്മാവ്. ദിദീദാക്ഷായനി ക്ഷത്തമാരീജം കശ്യപം പതിം അവത്യകാമാചകമേ സന്ധ്യായം ഹൃസ്യാർദിത. ദിദി എന്ന് പറയുന്ന സ്ത്രീ ആരുടെ പുത്രിയാണ്? ദാക്ഷായനി. ദാക്ഷായനി എന്ന് പറഞ്ഞാൽ എറണാകുളത്തുള്ള ദാക്ഷായണി അല്ലേ? ദക്ഷന്റെ പുത്രിമാരിൽ ഒരാളാണ്. അപ്പൊ ഇവിടെ സ്വയംഭൂ മനു വരുമ്പം അവിടെ അപ്പുറത്ത് ആരുണ്ട്? ദക്ഷന്റെ പുത്രിമാര്. അപ്പൊ ആ കഥകളൊക്കെ പറയണം. അപ്പൊ ഇത് കാലം നോക്കൂ, നമുക്ക് ഘടിപ്പിക്കാൻ സാധ്യമല്ല. ദക്ഷൻ വിവാഹം കഴിക്കുന്നത് പ്രസൂതിയാണ്. പ്രസൂതി വരണമെങ്കിൽ നേരത്തെ ആര് വരണം? സ്വയംഭൂമന് കല്യാണം കഴിക്കണം.
അപ്പം എങ്ങനെയാണ് ഇതിൻ്റെ കാലനിയമം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സംശയങ്ങളുണ്ട്, ചോദ്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഘടിപ്പിക്കാൻ പറ്റില്ലേ പലതും. ഏതായാലും ഇത്രയും കഥയല്ലേ, കഥയിലെ ചോദ്യങ്ങളൊന്നും പണ്ടേ ഉള്ളവർ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പം കഴിച്ചാൽ മതി കുഴി എണ്ണണ്ടെന്ന്. അതുകൊണ്ട് കഥ മാത്രം കേൾക്കും നിങ്ങൾ. കഥയുടെ പിന്നിലുള്ള തത്വം നമുക്ക് ശ്രമിക്കാം എന്താണെന്നാൽ അത് മനസ്സിലാക്കാം. അപ്പോൾ ദിഠി എന്ന് പറയുന്ന ദക്ഷപുത്രി കല്യാണം കഴിക്കുന്നത് കശ്യപം പതി, കശ്യപനാണ് പതി. അങ്ങനെ ഒരിക്കൽ അപത്യകാമാചകമേ സന്ധ്യായാം ഹ്രസ്യാർദ്യ, അദ്ദേഹം സന്ധ്യാസമയത്ത് സന്ധ്യാവന്ദനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ അദ്ദേഹം ചെയ്യുന്നത്? ഇഷ്ടാഗ്നിജിക്കം വയസാ പുരുഷം യക്ഷാമ്പതിം നിമ്ലോ ജദ്യർക്ക ആസീനം അഗ്രഹാരേ സമാഹിതം. അഗ്നി ഹോമമൊക്കെ ചെയ്ത് അങ്ങനെ അദ്ദേഹം ധ്യാനനിരതനായിട്ട് ഭഗവത് സ്മരണത്തിൽ ഇരിക്കുമ്പോൾ അവിടേക്ക് വരുന്നു ഭാര്യയായിരിക്കുന്ന ആര്? ദിതി. കശ്യപന് 2 ഭാര്യമാരുണ്ട്. ഒന്ന് അതിഥിയും ദിതിയും. ഇവിടെ അതിഥിയുടെ കഥ പറയുന്നില്ല, ഇവിടെ ദിതിയുടെ കഥയാണ്. അത് നമുക്ക് വീണ്ടും വരാം. എന്താണ് ഭാര്യയുടെ അപേക്ഷ? യേഷമാം ത്വത്കൃതേ വിദ്വൻ കാമാത ശരാസന ദുനോദിതീനാം വിക്രമ്യ രംഭാമിവ മതംഗജാം. ഭർത്താവിനോട് പറയുന്നു, മഹാത്മാവേ, എന്നെ കാമദേവനുള്ള ഉള്ളിലിരുന്നു കൊണ്ട് വല്ലാതെ കാമാത്ത ശരാസന, വല്ലാതെ എന്നെ പീഡിപ്പിക്കണോ, എന്നെ വല്ലാതെ അസ്വസ്ഥമാക്കണോ. അതുകൊണ്ട് ഒരു ആനയെന്ന പോലെ കുലുക്കുന്നു എന്നെ. അതുകൊണ്ട് അങ്ങ് എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. തദ്ഭവാൻ ദഹ്യമാനായം സഭക്തീനാം സമദ്ദിപി പ്രജാപതീനം ഭദ്രം തേ മയ്യായുക്താമനുഗ്രഹം. എന്നെ ഒന്ന് സഹായിക്കണം, അനുഗ്രഹിക്കണം, എൻ്റെ കാമപീഡയെ ഒന്ന് ശമിപ്പിക്കണം, എനിക്കൊരു പുത്രനെ കിട്ടണം. അതിന് വേണ്ടിയിട്ടായിരിക്കും എനിക്ക് ഈ തോന്നൽ വന്നിട്ടുണ്ടാവുക. അതുകൊണ്ട് അവിടുന്ന് എനിക്ക് എൻ്റെ ആഗ്രഹം സാധിപ്പിച്ചു തരണം. എന്നിട്ട് പറയുന്നു, ഭർത്തര്യാപ്തോരുമാനാനം ലോകാനാവിശദേശാം പതിർഭവദ്വിദോയാസം പ്രജയാനനുജായതേ. ഭർത്താവ് തന്നെയാണല്ലോ പുത്രരൂപത്തിൽ പത്നിയിലൂടെ വരുന്നത്. അത് ഭർത്താവിൻ്റെ കടമയാണല്ലോ പത്നിയുടെ ആഗ്രഹത്തെ സാധിപ്പിച്ചു തരിക എന്നുള്ളത്. അതുകൊണ്ട് അവിടുന്ന് എനിക്ക് ഈ അനുഗ്രഹം തരണം എന്ന് പറഞ്ഞപ്പോൾ ഭർത്താവായിരിക്കുന്ന കശ്യപൻ പറയാണ്, ദേവി നോക്കൂ, ഈ സന്ധ്യാസമയത്ത് ഇങ്ങനെ ദേവിക്ക് ഈ കാമം വന്നത് ശരിയല്ല. വാസ്തവത്തിൽ ഭർത്താവിൻ്റെ കടമയാണ് പുത്രോത്പാദനം ചെയ്യേണ്ടതെങ്കിലും അത് ഞങ്ങൾ വളരെയധികം ഞങ്ങളുടെ വലിയൊരു ഉത്തരവാദിത്വമാണ്. നിങ്ങൾ ചെയ്യുന്ന സേവനത്തിൻ്റെ എത്ര 10 മടങ്ങ് സേവനം ചെയ്താലും നിങ്ങൾ കാണിക്കുന്ന പല സേവനങ്ങൾക്കുണ്ടല്ലോ പരിപൂർണമായൊരു കടപ്പാട് തീരില്ല. എത്ര മനോഹരമാണ് ആ വാക്കുകൾ എന്ന് പറയുന്നു. ഇന്ന് വയം പ്രഭവസ്ത്വാം ത്വാമനുകർത്തം ഗൃഹേശ്വരി അപ്യായുഷാവാകാസ്നേനയേ ചാന്യേ ഗൃണകത്നവ അദാപി കാമമേദം തേ പ്രജാത്യേ കരവാണ്യലം യഥാ മാംനാജിവോദന്തി മുഹൂർത്തം പ്രതിപാലയ. നിങ്ങൾ ചെയ്യുന്ന സേവനത്തിനെ പരിപൂർണമായി തിരിച്ചു തരാൻ ഞങ്ങൾ കഴിവുള്ളവരല്ല. അതുകൊണ്ട് ദേവി ചോദിച്ച സ്ഥിതിക്ക് ആ കർമ്മം ചെയ്യേണ്ടത് എൻ്റെ കടമയാണെങ്കിലും ഇപ്പോൾ ദേവി എന്നെ ഒന്ന് സഹായിക്കണം. അതെന്താണ്? മുഹൂർത്തം, ഈ മുഹൂർത്തമുണ്ടല്ലോ പ്രതിപാലയ, ഇതൊന്ന് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ഈ മുഹൂർത്തം ഏതാണ്? സന്ധ്യാസമയമാണ്. ഈ സമയത്ത് നമ്മൾ പുത്രോത്പാദനം ചെയ്യാൻ പാടില്ല. കാരണം ഏതസ്യാം സ്വാതി സന്ധ്യായാം ഭഗവാൻ ഭൂതഭാവന ഹരീതോ ഭൂതപഷഡ്ഭി വൃഷേണാടതി ഭൂതരാൾ ഏഷ ഘോരതമാവേല ഘോരാണം ഘോരദർശനാം ചരന്തിയസ്യം ഭൂതാനി ഭൂതേശാനുചരാണിയ. നമ്മൾ ഈ മുഹൂർത്തങ്ങൾ നിശ്ചയിച്ചപ്പോണ്ടല്ലോ, ഈ സന്ധ്യാസമയം എന്ന് പറയുന്നത് ആസുരിക സമയമാണ്. ആസുരിക ശക്തികൾക്ക്, നെഗറ്റീവ് ശക്തികൾക്ക് പ്രാധാന്യം കൂടുന്ന സമയമാണ് ഏത്? സന്ധ്യാസമയം. അത് നെഗറ്റീവ് ഫോഴ്സ് വരും. നമ്മൾ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കിയത് വേഗം മനസ്സിലാവും. സന്ധ്യയാവുന്ന സമയത്ത് സൂര്യൻ അസ്തമിക്കുന്നു, ഇരുട്ട് വരുന്നു. ആ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരം എന്തായിരിക്കും? നിങ്ങൾ ഒറ്റയ്ക്കാണ് വീട്ടിലിരിക്കുന്നതെങ്കിലോ അറിയാത്തൊരു ഭയം അല്ലേ, ഒറ്റപ്പെടുന്നു എന്നുള്ളൊരു തോന്നൽ സന്ധ്യയ്ക്ക് വരാറില്ലേ? അപ്പോൾ ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്ത വരുന്നൊരു സമയമാണ്. എന്നാൽ രാവിലെ അങ്ങനെ വരുമോ? നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും സൂര്യപ്രകാശം വന്ന് ഉദിക്കുന്നതോടുകൂടിയിട്ട് ഇങ്ങനെ ചിന്ത വരുമോ? നോക്കിയിട്ടുണ്ടോ? രാവിലെ വരുമോ? ഇല്ലേ, രാവിലെ വരില്ലേ. അത് വരുന്നത് സന്ധ്യ എന്ന് പറയുന്നത് ആസുരികമാണ്. ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുത്തുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ മനസ്സിനെ ഈശ്വര വിചാരം ചെയ്ത് പോസിറ്റീവ് ആക്കേണ്ട സമയത്ത് ഇപ്പോൾ ദേവിയുടെ മനസ്സ്, പൊതുവെ പ്രകൃതി തന്നെ നെഗറ്റീവാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന വികാരമാണെങ്കിലോ, കാമം എന്നൊരു വികാരമാണെങ്കിലോ അതൊരു പോസിറ്റീവ് വികാരമല്ല, അതൊരു നെഗറ്റീവ് വികാരമാണ്. അതുകൊണ്ട് ഈ സമയത്ത് ദേവി അത് കൊണ്ടുവന്നത് ശരിയല്ല, ദേവി അതിനെ ഒന്ന് നിയന്ത്രിക്കൂ, ദേവിയുടെ ആഗ്രഹമൊക്കെ ഞാൻ പൂർത്തീകരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഭർത്താവ് ഒരു നിമിഷം വിവേകത്തിന് വിധേയനായിട്ട് ദേവിയെ തടഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ദേവി ഈ സമയത്തുണ്ടല്ലോ ഭഗവാൻ ശിവൻ ഭൂതഗണങ്ങളോടുകൂടിയിട്ട് ഇറങ്ങുന്ന സമയമാണ്, അദ്ദേഹത്തിനെ സ്മരിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ദേവി വേണ്ടാത്ത വിചാരങ്ങളൊക്കെ മനസ്സിൽ നിന്ന് മാറ്റിവെക്കൂ. ഇതൊക്കെ പറഞ്ഞിട്ടും ആ ദേവി എന്ത് ചെയ്തു?
സൈവം സംവദിതേ ഭർത്ത മന്മഥോന്മതിതേന്ദ്രിയാം ജഗ്രാഹവാസോ ബ്രഹ്മക്ഷേ വിഷളീവഗതത്രപാം. ലജ്ജ വിട്ടുകൊണ്ട് ജഗ്രാഹവാസോ, വാസം എന്ന് പറഞ്ഞാൽ വസ്ത്രം, ആ ഭർത്താവിൻ്റെ വസ്ത്രം പിടിച്ചു വലിച്ചു. അതായത് മന്മഥോൻ മതിതേന്ദ്രിയ, മനസ്സിലെ മതം നിയന്ത്രിക്കാൻ ആർക്ക് സാധിച്ചില്ല? ദിതിദേവിക്ക് സാധിച്ചില്ല. കാമത്തെ നിയന്ത്രിക്കാൻ ദിതിക്ക് സാധിച്ചില്ല. ഭർത്താവാണെങ്കിലോ, ഇന്നത്തെ ഭർത്താവാണെങ്കിൽ കൊടുക്കും, അന്നത്തെ ഭർത്താവ് കൊടുത്തില്ല. കുറച്ചുകൂടി ഒരു വിവേകമുള്ള ആളായതുകൊണ്ട്, അല്ല എല്ലാവരും കൊടുക്കണമെന്നല്ലേ, അതേ ഉടനെ തന്നെ ഭാര്യയുടെ ആഗ്രഹം മനസ്സിലാക്കിയിട്ട് ഈശ്വര നിയോഗമാണെന്ന് കരുതി സവിദിത്വാധ ഭാര്യാസ്ത്വം നിർബന്ധം വികർമ്മണി നത്വാദിഷ്ടായ രഹസി തയാദോപവിവേശ. തൻ്റെ ബീജത്തെ ആ ദേവിയിലേക്ക് പകർന്നു കൊടുത്തു. സന്ധിക്ക് തൻ്റെ ബീജം പകർന്നു കൊടുത്തു. ഉടനെ തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? സലിലേ അതാപസ്പൃശ്യ സലിലം പ്രാണാനായം യവാഗ്യത ധ്യായൻ ജജാപവിരജം ബ്രഹ്മജ്യോതി സനാതനം. വേഗം പോയി കുളിച്ച് ശരീരമൊക്കെ പരിശുദ്ധമാക്കിയിട്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ മനസ്സ് അതിലേക്ക് തിരിച്ചു, ഭഗവാനിലേക്ക്. ഈ പ്രക്രിയകളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ദിതിക്ക് വലിയ കുറ്റബോധം വന്നത്. ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത്. അതുകൊണ്ട് ഭർത്താവ് ധ്യാനനിരതനായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് മാനസികമായി വിഷമിച്ചിട്ടുണ്ടാവും. അദ്ദേഹം ഒരു പക്ഷേ എന്നെ ശപിക്കുന്നുള്ളൊരു തോന്നൽ ആർക്ക് വന്നു? ദിതിക്ക്. ഉടനെ ദിതി എന്നിട്ട് പറഞ്ഞു, മാമേ ഗർഭമിമം ബ്രഹ്മൻ ഭൂതാനം ഋഷഭോവതിൽ രുദ്രപ്പതിർഹി ഭൂതാനം യസ്യാഗരമഹം ഹസം നമോ രുദ്രായ മഹദേ ദേവായോഗ്രായ മീരുഷേ ശിവായ നസ്ത്യദണ്ഡായ ദദദണ്ഡായ മന്യവേ സനപ്രസീദതംഭാമോ ഭഗവാനുർവനുഗ്രഹാം വ്യാജസ്യാപ്യാനുകമ്പ്യാനം സ്ത്രീണം ദേവസദീപതി. എൻ്റെ ഗർഭത്തെ ഒരിക്കലും അങ്ങ് ശപിക്കരുത്. ഭഗവാനെ നിന്ദിച്ച പ്രവൃത്തിയായിരിക്കാം ഞാൻ ചെയ്തിരിക്കുന്നത്. എന്നാലും ഭഗവാൻ എത്ര തെറ്റ് ചെയ്താലും ഭഗവാൻ അനുഗ്രഹിക്കേണ്ട ആളല്ലേ, പ്രസീതപ്പെടേണ്ട ആളല്ലേ, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം. അങ്ങനെ കുട്ടികളെന്നും ശപിക്കരുത് മഹാത്മാവേ എന്ന് പറഞ്ഞ് ഭർത്താവിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചപ്പോൾ ആ ഭർത്താവ് ധ്യാനനിരതനായിക്കൊണ്ട് പറഞ്ഞു, ദേവി ശപിക്കുകയല്ല, ഞാൻ എൻ്റെ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞു തരികയാണ്. മന്നിദേശാതിചാരേണ ദേവാനം ചാതിഹേളനൽ. ദേവി വലിയൊരു അക്രമ പ്രവൃത്തി തന്നെയാണ് ചെയ്തത്. അതുകൊണ്ട് ദേവി ഈ സമയത്ത് ദൈവികമായ കാര്യങ്ങളെ അവഹേളനം ചെയ്തുകൊണ്ട് ഭവിഷ്യതവോഭദ്രേ അഭദ്രേ ജാടരാതമോ ലോകാൻ സപാലൻ സ്ത്രീജണ്ഡി മുഹുരാക്രന്ദയിഷ്യത പ്രാണീനം ഹന്യമാനാനം ദീനാനാമഗതാഗസം സ്ത്രീണാം നിഗൃഹ്യമാണാനം കോപിതേഷു മഹാത്മസു. കുട്ടികളെയും സ്ത്രീകളെയും മഹാത്മാക്കളെയും ഒക്കെ വേദനിപ്പിക്കുന്ന 2 കുട്ടികൾ ദേവിക്കുണ്ടാവും. ഒന്നല്ല ഉണ്ടാവുക, ദൈവീക വിചാരമുള്ളവരാവില്ല, സഹായിക്കുന്നവരാവില്ല, മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന കുട്ടികളായിരിക്കും. അങ്ങനെയുള്ളവരെ ദ്രോഹിക്കുന്ന വിചാരമുള്ളവരെയാണല്ലോ അസുരന്മാരെന്ന് പറയുന്നത്. സഹായിക്കുന്ന കുട്ടികൾ വരില്ല, ദ്രോഹിക്കുന്ന കുട്ടികൾ. അത് കേട്ടതും ദേവിക്ക് വലിയ വിഷമമായി. കാൽക്കൽ വീണുകൊണ്ട് പറഞ്ഞു, വദം ഭഗവതാ സക്ഷൽ സുനാബോധാരുബാഹുന ആശാസേ പുത്രയോർമഹ്യം മഹാകൃദ്ദൽ ബ്രാഹ്മണൽ വിഭോ. ഉടനെ ബ്രാഹ്മണൻ പറഞ്ഞു, കശിപൻ പറഞ്ഞു, ഭഗവാൻ തന്നെ അവതരിച്ച് ഇവരെ വധിക്കേണ്ടതായിട്ട് വരും. ഈ ഭൂമിക്ക് അത്രയും ഭാരം അവരുണ്ടാക്കും. ഇത് കേട്ടപ്പോൾ പറഞ്ഞു, ഒരു തരത്തിൽ എനിക്ക് ആശ്വാസമുണ്ട്, ഭഗവാൻ തന്നെയാണല്ലോ അവരെ വധിക്കുക എന്നുള്ളത്. എന്നാൽ ഒരു അനുഗ്രഹം എനിക്ക് തരണം. മഹാകൃദ്ദൽ ബ്രാഹ്മണൽ വിഭോ. മഹാത്മാക്കളെ അവർ പരിഹസിക്കുമ്പോൾ, മഹാത്മാക്കളെ നിന്ദിക്കുന്ന സമയത്ത് മഹാത്മാക്കൾ അവരെ ശപിക്കാൻ പാടില്ല. കാരണം മഹാത്മാക്കളുടെ ശാപത്തിൽ നിന്നും പിന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ ദൈവം വിചാരിച്ചാൽ പോലും സാധ്യമല്ലാണ്. നമ്മുടെ ഭാരതീയ സംസ്കാരം അങ്ങനെയൊക്കെയാണ്. ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ കുറേയൊക്കെ തെറ്റിനെ അമ്മയ്ക്ക് ക്ഷമിക്കാൻ, അച്ഛന് ക്ഷമിക്കാൻ പറ്റും. അച്ഛന് ക്ഷമിച്ച് മാറ്റാൻ പറ്റാത്ത തെറ്റ് അമ്മയ്ക്ക് ക്ഷമിച്ച് മാറ്റാൻ പറ്റുന്നതാണ്. അമ്മ ക്ഷമിച്ചിട്ടും മാറ്റാൻ പറ്റാത്ത തെറ്റ് ദൈവത്തിന് സാധിക്കുന്നതാണ്. ദൈവം പോലും വിചാരിച്ചാൽ മാറ്റാൻ പറ്റാത്ത തെറ്റ് ഒരു ഗുരുവിന് സാധിക്കുന്നതാണ്. അത്രയും പ്രാധാന്യമാണ് ആർക്ക് കൊടുത്തിരിക്കുന്നത്? അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമ. അത്രയും മഹത്വം കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് മഹാത്മാക്കളെ നിന്ദിക്കാൻ എൻ്റെ കുട്ടികൾക്ക് തോന്നരുത്. ന ബ്രഹ്മദണ്ഡദഗ്ധസ്യ ന ഭൂതഭേദസ്യ ച നാരകശ്ചാനുഗൃഹന്തി യാം യാം യോനിമസോകത. ഒരു മഹാത്മാവിനെ നിന്ദിച്ചു കഴിഞ്ഞാൽ എത്ര ജന്മം നരകത്തിൽ കിടക്കണമെന്ന് അറിയില്ല. അതുകൊണ്ട് അതിനുള്ള ഗതി അവർക്കുണ്ടാക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ബ്രാഹ്മണൻ, ആ കശ്യപ ബ്രാഹ്മണൻ
തൻ്റെ കാൽക്കൽ വീണിരിക്കുന്ന തൻ്റെ പത്നിയോട് പറഞ്ഞു, നോക്കൂ, നിന്റെ കുട്ടികൾ ഇങ്ങനെയൊക്കെ ക്രൂരന്മാരും ദുഷ്ടന്മാരും ആണെങ്കിലും ഒരു അനുഗ്രഹം നിനക്കുണ്ട്. അതെന്താണ്? കൃതശോകാനുതാപേന സദ്യപ്രത്യവമർശനാൽ ഭഗവതി ഒരു മാനസ ഭവേമയ്യഭിജാതരാൽ പുത്രസേവതു പുത്രാണാം ഭവിതേക സദാമത ഗാസന്തി യജ്ഞശുദ്ധം ഭഗവൽ യശസാ സമം. ഭഗവാന്റെ യശസ്സിന് തുല്യമായൊരു പുത്രന്റെ പുത്രൻ അമ്മയ്ക്കുണ്ടാവും. അവനാണ് ആര്? പ്രഹ്ലാദൻ എന്ന് പറയുന്ന പുത്രൻ. അങ്ങനെ ശ്രേഷ്ഠനായിട്ടുള്ളൊരു പുത്രൻ. അവനാണെങ്കിലോ യൽ പ്രസാദാദിതം വിശ്വം പ്രസീദതി. മറ്റുള്ളവർ ലോകത്തിനെ വേദനിപ്പിക്കുന്നവരാണെങ്കിൽ ഇവൻ ലോകത്തിനെ പ്രസാദം ചെയ്യുന്നവനാവും, അനുഗ്രഹിക്കുന്നവനാവും. സതുൽ ഭഗവാൻ യസ്യ തോഷ്യതേ അനന്യാദൃശ. ഭഗവാൻ അവൻ്റെ കാര്യത്തിൽ അവനെയും അനുഗ്രഹിക്കും, ഭഗവാനും അനുഗ്രഹീതനാവും. അങ്ങനെ ഭഗവാനും അവനും ഒന്നായിരിക്കുന്ന ഒരവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ഭക്തൻ ദേവിക്കുണ്ടാവും. സവൈ മഹാഭാഗവതോ മഹാത്മാ മഹാനുഭാവോ മഹതം മഹിഷ്ടാം പ്രവൃദ്ധ ഭക്ത്യാ ഹ്യനുഭാവിദാശേ നിവേശ വൈകുണ്ഠ ഇമം വിഹാസതി. അവൻ ഭഗവാന്റെ വലിയ മഹാത്മാവായി വൈകുണ്ഠപദത്തിൽ എത്തിച്ചേരുന്ന ഒരു പുത്രനായി തീരും. അവൻ പലരെയും അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് ദേവിയെ അനുഗ്രഹിച്ചു. അപ്പോൾ 2 ക്രൂരന്മാരായ പുത്രന്മാരും ഉണ്ടാവും, ഒരു ശ്രേഷ്ഠനായിരിക്കുന്ന പുത്രനുണ്ടാവും. ഈ സന്ദർഭത്തിൽ നമ്മൾ ഈ പുത്രോത്പാദനത്തിൻ്റെ പിന്നിലുള്ള ഒരു ശാസ്ത്രീയത നമ്മുടെ ഋഷീശ്വരന്മാരെന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? അപ്പോൾ ഒരു കുട്ടി, ആ കുട്ടിയുടെ സംസ്കാരം നിശ്ചയിക്കുന്നത്, ഒരു കുട്ടി ജനിക്കുന്ന സമയത്തുണ്ടല്ലോ, ആ സംസ്കാരം നിശ്ചയിക്കുന്നത് അതിന് അച്ഛൻ്റെയും അമ്മയുടെയും മനോവികാരങ്ങളാണ് പ്രധാനമായിട്ട്. നമ്മൾ പഠിച്ചിരിക്കുന്നത് ബീജവും അണ്ടവും ചേർന്നിട്ട് ഒരു കുട്ടി ഉണ്ടാവണമെന്നാണ്. ശരിയാണ്, കുട്ടിയുടെ ശരീരം ബീജവും അണ്ടവും ചേർന്നിട്ടാണ്. പക്ഷേ അതിൽ ഏത് സംസ്കാരമുള്ള കുട്ടിയാണ് ആ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് നിശ്ചയിക്കുന്നത് ആ സമയത്ത് അമ്മയ്ക്കുണ്ടാകുന്ന മനോവികാരങ്ങളാണ്. അമ്മയിലുണ്ടാകുന്ന മനോവികാരം ഉത്കൃഷ്ടമാണെങ്കിൽ അതിൽ പ്രവേശിക്കുന്ന ബീജാണുവിലുള്ള ജീവൻ ഉത്കൃഷ്ട വിചാരമുള്ള ജീവനാവും. സയൻറ്റിഫിക്കായിട്ട് നമുക്ക് നോക്കാം. ലക്ഷക്കണക്കിന് ബീജാണു ഒരു അണ്ടത്തോടാണ് അടുക്കുന്നത്. അമ്മയുടെ ഗർഭപാത്രത്തിൽ ബീജാണുവിനെ സ്വീകരിക്കാൻ ഒരു അണ്ടം മാത്രമേ ഉള്ളൂ. പക്ഷെ ബീജാണുക്കളാണെങ്കിലോ അനവധി ബീജാണുക്കളാണ്. അപ്പം അനവധി ബീജാണുവിൽ നിന്ന് ഒരു അണ്ടം ഒരു ബീജാണുവിനെ മാത്രമേ സ്വീകരിക്കുള്ളൂ. അത് അല്ലെങ്കിൽ 1 2 സ്പ്ലിറ്റ് ചെയ്തിട്ട്, ചിലതാണെങ്കിൽ ചില കേസുകളിൽ 3 4 ഉണ്ടായിരിക്കാം, പോട്ടെ. എന്നാലും അതൊക്കെ എക്സെപ്ഷണൽ കേസുകളിൽ ജനറലി ഒരു ബീജത്തെ മാത്രമേ ബീജാണുവിനെ സ്വീകരിക്കുള്ളൂ. ഏത് ബീജാണുവിനെ സ്വീകരിക്കണം എന്ന് നിശ്ചയിക്കുന്നത് അമ്മയുടെ ആ സമയത്തുള്ള മാനസികാവസ്ഥയാണ്. അമ്മയുടെ മനസ്സിൽ ഉത്കൃഷ്ട വിചാരങ്ങളുണ്ടെങ്കിൽ അതിലൂടെ വരുന്ന കുട്ടിയും ഉത്കൃഷ്ട വിചാരമുള്ള കുട്ടിയായിരിക്കും. അമ്മയുടെ മനസ്സിൽ വിഷമവും വിദ്വേഷവും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, സ്വാർത്ഥതയൊക്കെ ഉണ്ടെങ്കിൽ ആ കുട്ടിയിലും അതൊക്കെ ഉണ്ടായിരിക്കും. നിങ്ങൾ നോക്കൂ, ഇനി ഘടിപ്പിച്ചു നോക്കൂ ഈ കഥ. വേദവ്യാസ മഹർഷി എന്ന് പറയുന്ന ഒരു മഹാത്മാവിന് 3 പത്നിയിലൂടെ 3 സ്ത്രീകളിലൂടെ അല്ലെങ്കിൽ 4 സ്ത്രീകളിലൂടെ ഉണ്ടായ പുത്രന്മാർ 4ഉം ഒരുപോലെയായിരുന്നോ? അംബികയിലൂടെ വന്നത്, അംബാലിയിലൂടെ വന്നത്, ദാസിയിലൂടെ വന്നത്, സ്വപത്നിയിലൂടെ വന്നത്, 4ഉം 4 പേരായിരുന്നില്ലേ?